ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയർസ്. ഇപ്പോൾ സൗദി അറേബ്യ അവരുടെ പെട്രോൾ ഡോളർ എഗ്രിമെന്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത അതായത് ഡോളറിന് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ സൗദി അറേബ്യ എംബ്രിഡ്ജ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജിയുമായിട്ട് അവർ മുന്നോട്ട് പോകാനാണ് അവർ താല്പര്യം കാണിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ എംബ്രിഡ്ജ്? അതുപോലെ തന്നെ ഇനി ഡോളർ ഉപയോഗിച്ചില്ലെങ്കിൽ ഡോളറിന്റെ മൂല്യം കുറയും എന്ന് പറയുന്നു. അപ്പോൾ ഡോളറിന്റെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ റുപ്പീന്റെ എല്ലാം മൂല്യം കൂടുമോ? അതുപോലെ തന്നെ ഡോളർ ഉപയോഗിക്കാതെ ഇനി നമുക്ക് അതായത് ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് എണ്ണ വാങ്ങാൻ പറ്റുമോ? അതായത് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പറ്റുമോ? അങ്ങനെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്? അതുപോലെ തന്നെ ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ റുപ്പി വളരാൻ പറ്റുമോ? ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ പെട്രോൾ ഓയിൽ എന്താണെന്ന് അറിയാത്തവർക്കും അതുപോലെ തന്നെ പെട്രോൾ ഓയിൽ എങ്ങനെയാണ് വന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ ഓയിൽ എഗ്രിമെന്റ് എന്താണ്, അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടിയ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണുക. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ എംബ്രിഡ്ജ് എന്താ നോക്കാം. അതിനുശേഷം അതായത് ഇന്ത്യൻ റുപ്പിക്കെല്ലാം എന്തെല്ലാം നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എംബ്രിഡ്ജ് എന്താണെന്ന് വെച്ചാൽ അതായത് BIS എന്ന് പറയും, അതായത് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ കുറെ അധികം ബാങ്കുകൾ ഉണ്ട് ഉദാഹരണത്തിന്. അപ്പോൾ ഈ ബാങ്കുകൾക്കെല്ലാം കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാ? അതായത് RBI പറയും, അതായത് നിങ്ങൾ ഇത്ര % ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ പാടുള്ളൂ, ബാങ്ക് ലോൺ എത്രയാ, അതുപോലെ തന്നെ ഗോൾഡ് ലൈൻ റേറ്റ് എത്രയാ, ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതേപോലെ അതായത് ഓരോ രാജ്യത്തിനും ഓരോ റിസർവ് ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ റിസർവ് ബാങ്കും ചേർന്ന് അതായത് ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഇതിൽ മൊത്തം 63 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ അമേരിക്ക ഉണ്ട്, അതുപോലെ തന്നെ UAE ഉണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഇന്ത്യ തുടങ്ങിയ 63 മെമ്പേഴ്സ് ആണ് ഈ BIS എന്ന് പറയുന്ന അതായത് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റിൽ മെമ്പർ ആയിട്ട് ഉള്ളത്. അതായത് ഈ ബാങ്ക് അതായത് ഈ 63 രാജ്യത്തിന്റെ ഈ സെൻട്രൽ ബാങ്ക് എല്ലാം തന്നെ ഇതിൽ മെമ്പർ ആണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് പേയ്മെന്റ് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ പേയ്മെന്റ് സെൻഡ് ചെയ്യാനോ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ രീതിയിൽ നമ്മൾ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്ന പേയ്മെന്റ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഈ ഷിഫ്റ്റിന് മാക്സിമം മെജോറിറ്റി കൺട്രോൾ ആരുടെ ഭാഗത്താന്ന് വെച്ചാൽ അമേരിക്കന്റെ ഭാഗത്താണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അമേരിക്കക്ക് ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അതായത് അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം എങ്ങനെയും തകർത്തെറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അമേരിക്കന്റെ ഡിപ്ലോമസി കൂടുതലുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പലർക്കും ചോദിക്കാം. അതായത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. അതായത് റഷ്യ ഉക്രൈനെതിരെ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ റഷ്യക്കെതിരെ സാങ്ഷൻസ് ഇട്ടു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അതായത് ഷിഫ്റ്റ് എന്ന പേയ്മെന്റ് അമേരിക്കന്റെ കൺട്രോൾ ആയതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ആദ്യം തന്നെ ഈ സാങ്ഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോളറാണ് അവിടെ ഇന്റർനാഷണൽ ലെവലിലെല്ലാം ഇന്നും ഏറ്റവും വലിയ കറൻസിയായി കരുതപ്പെടുന്നത്. അപ്പോൾ ഡോളറിനെ വെച്ചിട്ടാണ് ഇന്ന് എല്ലാ ട്രേഡും നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അതായത് അമേരിക്കയ്ക്ക് ആ ഗവൺമെന്റിനെതിരെല്ലാം തന്നെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പറ്റിയത്. ഇതുകൊണ്ട് അതായത് റഷ്യന്റെ എക്കണോമി ഡൗൺ ആവും എന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ റഷ്യന്റെ എക്കണോമി എന്തുകൊണ്ട് ഡൗൺ ആയില്ല ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇപ്പൊ വീഡിയോ തുറന്നു കാണുക. അപ്പോൾ ഇതുകൊണ്ട് സൗദി അറേബ്യയും ഒന്ന് പേടിക്കുന്നു. അതായത് റഷ്യ ഉക്രൈൻ വാറിലെ എല്ലാ ഗവൺമെന്റും അതായത് എല്ലാ രാജ്യങ്ങളും ഒന്ന് പേടിക്കുന്നു. ഇതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ അവരുടെ ഗോൾഡ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യൻ അസറ്റ് അമേരിക്കയിലുള്ളതൊക്കെ തന്നെ അവർ ഫ്രീസ് ചെയ്തു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യയുടെ അസറ്റ് എല്ലാം തന്നെ റഷ്യക്ക് ഉപയോഗിക്കാൻ പറ്റാതായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേടി കൊണ്ടാണ് അവർ ഇതിനെല്ലാവരും തന്നെ അതായത് ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനൊരു മാറ്റം വരണം എന്ന് കരുതി ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലോട്ട് പോകുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത് കാണാം. അതായത് ഇതിന്റെക്കാളും ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ബ്രിക്സ് അവരുടെ പുതിയ കറൻസി കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ ആണ്. അപ്പോൾ വേറൊന്നും വിചാരിക്കണം, നമ്മുടെ ചാനൽ ആരും പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് 2021 സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC എന്ന് പറയുന്ന അവര് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ രീതിയിൽ അതായത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോലെ ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം 4 കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തായ്ലാൻഡ് ബാങ്ക്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് UAE, ഡിജിറ്റൽ കറൻസി ഇന്നോവേഷൻ ഓഫ് ചൈന, അതുപോലെ തന്നെ ഹോങ്കോങ് ബാങ്ക്. അപ്പോൾ ഈ 4 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഇത് ഹൈ സെക്യൂരിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ട്രാൻസ്പെറൻസി ആയിരിക്കും. അതായത് ഇതിൽ ഉള്ള മെമ്പേഴ്സിനെല്ലാം തന്നെ അതായത് ഫണ്ട് വരുന്നതും പോകുന്നതും അത് എങ്ങോട്ടാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ വൺസ് ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ അങ്ങനെ എറേസബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതായത് എല്ലാ ട്രാൻസ്പെറൻസി
ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ എല്ലാ ഗവൺമെന്റും അതായത് ഇതിലുള്ള മെമ്പേഴ്സിനെല്ലാം തന്നെ ട്രാൻസ്പെറൻസി കൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സൗദി അറേബ്യ അടക്കം 5 രാജ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അതുകൂടാതെ 26 രാജ്യങ്ങൾ ഒബ്സർവിംഗ് മെമ്പർ ആയിട്ടും ഇതിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഇന്ത്യ അല്ല. കാരണം ഈ ഒരു ടെക്നോളജി പോയി കഴിഞ്ഞാൽ ചൈനയുടെ യുവാനിൽ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് കൂടും എന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ ആദ്യത്തെ ഘട്ടം ഇല്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഒബ്സർവിംഗ് മെമ്പർ ആയിട്ട് അതായത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കറൻസിക്ക് കൂടുതൽ ഡോമിനേഷൻ കിട്ടുമോ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇന്ത്യയും ഒബ്സർവിംഗ് മെമ്പറായി ജോയിൻ ചെയ്യും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അതായത് ഇപ്പോൾ ഡോളർ ഇല്ലാണ്ടാവുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത കറൻസി ഏതായിരിക്കും? ഒന്നെങ്കിൽ റഷ്യയുടെ റൂബൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ റുപ്പീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ചൈനയുടെ യുവാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ജപ്പാന്റെ യെൻ, അങ്ങനെയുള്ള ഓരോ കറൻസി ആയിരിക്കണം അതായത് അടുത്ത ഈ വേൾഡിനെ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഏത് കറൻസി ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എക്സ്പേർട്സ് പറയുന്നത് ചൈനയുടെ യുവാന് തന്നെയാണ് ചാൻസസ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2023 7 ബില്യൺ ലോക്കൽ കറൻസി ഡോളർ സ്വാപ്പ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ചൈനയും സൗദി അറേബ്യയും കൂടെ അതായത് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ 2023 മാത്രം അതായത് ചൈനയും സൗദി അറേബ്യയും ഏകദേശം 56 ബില്യണിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 36 ബില്യൺ മാത്രമോ ഇവർ തമ്മിലുള്ള അതായത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൂടാതെ 2023 106 ബില്യൺ ഡോളറിനാണ് അതായത് സൗദി അറേബ്യയും ചൈനയും കൂടെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വെറും 36 ബില്യൺ ഡോളർ മാത്രമോ ചൈന കയറ്റി അയച്ചിട്ടുള്ളൂ, എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ചൈന സൗദി അറേബ്യയിൽ ഇമ്പോർട്ട് ചെയ്താണ്. അതായത് ഓയിലും മറ്റ് പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം തന്നെ ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്താണ്. എന്നാൽ ഇന്ത്യയുടെ പൊസിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ 52.76 ബില്യൺ ഡോളറിനാണ് ഇന്ത്യ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 42 ബില്യൺ ഡോളറും നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറും 10 ബില്യൺ ഡോളർ മാത്രമോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടും സൗദി അറേബ്യയ്ക്ക് ഒരു പറ്റിയ പാർട്ണർ എന്താണെന്ന് വെച്ചാൽ അതായത് സൗദി അറേബ്യയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അധികം പൈസ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് പോകും. പക്ഷെ അവർ തിരിച്ചൊന്നും തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുന്ന അതായത് അവർ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ പൈസ എവിടെയും യൂസ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ അതായത് ഇത് തന്നെയായിരുന്നു റഷ്യ ആദ്യത്തെ ഘട്ടത്തിൽ സഫർ ചെയ്തത്. അപ്പോൾ പിന്നീട് റഷ്യ അത് റീഇൻവെസ്റ്റ് ചെയ്യാനോ അതേപോലെ ഇൻവെസ്റ്റ്മെന്റോ നടക്കുകയുള്ളൂ. അല്ലാണ്ട് അതായത് ഈ സൗദി അറേബ്യയ്ക്ക് അത്രയധികം അതായത് ഇന്ത്യൻ റുപ്പീനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ചൈനയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇച്ചിരി കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന മറ്റ് പല രാജ്യങ്ങളുമായിട്ട് അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും അതായത് സൗദി അറേബ്യയ്ക്ക് ആ രാജ്യങ്ങളിലോട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസ് സൗദി അറേബ്യ ഈ യുവാൻ തന്നെ ആയിരിക്കും തെരഞ്ഞെടുക്കാൻ ചാൻസസ് എന്നാണ് പറയുന്നത്. ഇന്ത്യയും ഇതെല്ലാം തന്നെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതായത് UAE-യുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യവുമായിട്ട് ഇന്ത്യ എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ചൈനയുടെ യുവാൻ ഡോമിനേറ്റ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് വേൾഡ് GDP എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ രാജ്യം ചൈനയുടെ രാജ്യം തന്നെയാണ്. അതായത് ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ GDP ഉള്ളത് രണ്ടാമതായിട്ട്. അതായത് ഫസ്റ്റ് അമേരിക്ക, അതിനടുത്ത പൊസിഷനിലുള്ളത് അതായത് ചൈനയുടെ. അപ്പോൾ അമേരിക്കനെ വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അത് ചൈനയായിരിക്കും. അതുകൂടാതെ ചൈനയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് ഏകദേശം 3 ട്രില്യണിലും അധികമാണ്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് വെറും 640 ബില്യൺ ഡോളർ മാത്രമോ ഇന്ത്യയുടെ ഭാഗത്തുള്ളൂ. അപ്പോൾ ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് സേഫ് ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടപ്പോഴും പലരും അതായത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചൈനയുടെ യുവാൻ എടുക്കുകയാണെങ്കിൽ അത്ര സേഫ് അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ചൈനയുടെ യുവാൻ എടുക്കുന്നതുകൊണ്ട് അത്ര സേഫ് അല്ല. കാരണം ചൈനയുടെ GDP ഗ്രോത്ത് തന്നെ അവർ വെറുതെ ഫേക്ക് ആയിട്ട് കാണിക്കുക എന്ന് പറയുന്ന റിപ്പോർട്ടെല്ലാം പുറത്ത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചൈനയുടെ ഉള്ളിൽ നടക്കുന്ന എന്താ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല. എന്നാൽ അമേരിക്ക അങ്ങനെയല്ലായിരുന്നു. അതായത് അമേരിക്കയിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് അതായത് അമേരിക്കയുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഡോളറിന്റെ വാല്യൂ എല്ലാം തന്നെ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അതിനനുസരിച്ച് ആൾക്കാർക്ക് പദ്ധതി എല്ലാം എടുക്കാറുണ്ടോ. പക്ഷെ ചൈന എപ്പോഴും അതായത് അവർ താഴ്ചയിലോട്ട് അവർ ഒരിക്കലും കാണിക്കില്ല. അവരെപ്പോഴും വളർന്നതായിട്ടോ അവർ കാണിക്കുള്ളൂ. ഇതുകൊണ്ട് ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇതിൽ ഒരു പ്രശ്നമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. അതായത് അമേരിക്കന്റെ പോലെ തന്നെ ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും വലിയ ഡെമോക്രസി ഉള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ മാത്രം ഇന്ത്യയോടൊപ്പം പോകാൻ താല്പര്യമുണ്ടാവും. പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ചൈനയുടെ കൂടെ നിൽക്കാനാണ് ചാൻസസ്. അതുകൊണ്ട് ചൈനയുടെ യുവാനായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായാലും ഈ ഒരു ഡോളർ ഡോമിനൻസ് പോയി കഴിഞ്ഞാൽ അടുത്ത യുവാനായിട്ട് അതായത് അടുത്ത ഏറ്റവും വലിയ കറൻസി ആയിട്ട് ചൈനയുടെ യുവാനായിരിക്കും നിൽക്കാൻ ചാൻസസ് എന്നാണ് പറയുന്നത്. അതിനടുത്തത് അതായത് ഈ യുവാൻ എന്തായാലും ഒരു വട്ടം ഇതേപോലെ അതായത് ഡോളറൈസേഷൻ പോലെ ഈ യുവാൻ ആ ഒരു സമയത്ത് ഇന്ത്യക്ക് അവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അതായത് എംബ്രിഡ്ജ് എന്താണെന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ അടുത്ത റീപ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ അടുത്ത അതായത് സെക്ഷനിലോ അല്ലെങ്കിൽ അത് കമന്റിലൂടെയോ നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ.